ഉചിതമായൊരു തീരുമാനമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരു സ്ഥാനാർത്ഥി എന്നത് ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കണം. ഈ ദിവസങ്ങളിലെല്ലാം നമ്മളെല്ലാവരും ഈ പ്രദേശങ്ങളിലെ ഓരോ വീടുകളിലേക്കും കയറിയിറങ്ങുകയുണ്ടായി. ഒരു വീട്ടിലെ അംഗത്തിന് ലഭിക്കുന്നതിനേക്കാളും ഉപരി ആ വീട്ടിൽ സ്ഥാനവും അംഗീകാരവും ആ വീട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനുള്ള മനസ്സും ആനി ടീച്ചറുണ്ടായിരുന്നു. ആ ആനി ടീച്ചർ അല്ലാതെ 12ാം വാർഡിൽ മറ്റ് ഏത് സ്ഥാനാർത്ഥിയാണ് വിജയിക്കുകയെന്ന് ഞാൻ സംശയിക്കുന്നു. ആനി ടീച്ചർ എപ്പോഴും പ്രിയമുള്ളവളാണ്. എപ്പോഴും പ്രസന്നവതിയായി ചിരിക്കുന്ന മുഖത്തോടുകൂടി നമ്മുടെ മുൻപിലേക്ക് വരുന്നു. ഈ നാട്ടിലെ ഓരോ ജനങ്ങളുടെയും പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും പള്ളിയിൽ വെച്ച് ആരെങ്കിലും കണ്ടാലും വഴിയിൽ വെച്ച് ആരെങ്കിലും കണ്ടാലും ഇലക്ഷന് മുമ്പ് തന്നെ, വളരെ നാൾ മുമ്പ് തന്നെ ആനി ടീച്ചർ അവരോട് സംസാരിക്കുകയും കുശലാന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഇലക്ഷന് വേണ്ടി നടത്തുന്ന പ്രഹസനമല്ലത്. ഈ നാടിലെ ഓരോ ജനങ്ങളെയും മനസ്സിലാക്കുന്ന ആനി ടീച്ചർ തന്നെയാണ് യഥാർത്ഥ സ്ഥാനാർത്ഥിയും യഥാർത്ഥ വിജയിയും. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ അത് നന്ദികേടായി മാറും. എൻ്റെ സർഗാത്മക പ്രവൃത്തിയെ പുറത്തെടുക്കുന്നതിൽ ആനി ടീച്ചർ വഹിച്ച പങ്ക് നിസ്തുലമാണ്. ഞാൻ എൻ്റെ ഈ പുസ്തകം ഈ ഓണത്തിനാണ് ഞാൻ പ്രസിദ്ധീകരിച്ചത്. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടിയപ്പോൾ ആനി ടീച്ചർ സാമ്പത്തികമായി എന്നെ സഹായിക്കുകയും മാനസികമായി എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ആ ആനി ടീച്ചർക്ക് മാത്രമേ എൻ്റെ ആദ്യത്തെ കന്നി വോട്ട് ഞാൻ നൽകുകയുള്ളൂവെന്നും ആനി ടീച്ചറിന് ഒപ്പം എന്നും ഞാൻ പ്രചാരണത്തിന് ഇറങ്ങുമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആനി ടീച്ചർ മാത്രമേ വിജയിക്കൂ. ആനി ടീച്ചർ ഓൾറെഡി വിജയിച്ചു എന്നാണ് ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ അവർ നമ്മളോട് പറയുന്നത്. ആനി ടീച്ചർ മത്സരിക്കേണ്ട, ആനി ടീച്ചർ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു, ഇതൊരു കണ്ടീഷനായിട്ട് മാത്രം പോകുന്നുവെന്ന് അവർ എല്ലാവരും നമ്മളോട് പറയുകയുണ്ട്. ആനി ടീച്ചറിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. കൂടാതെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന ശ്രീമതി സുഭാഷിണിക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.